ഹായ് ഓൾ, എൻ്റെ മുടിയിൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇന്നേക്ക് 1 മാസം തികയാണ്. അപ്പോൾ ഒരു റിവ്യൂ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ കൊളോണിയിലാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ 1 മന്ത് കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് എന്താ പറയുക, ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഫസ്റ്റ് തന്നെ പറയട്ടെ, നല്ല രീതിയിൽ തന്നെയാണ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് മുടിയുടെ സ്ട്രക്ചർ ഇപ്പോൾ ഈ 1 മന്തായിട്ടും കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ 1 മാസത്തിനിടയ്ക്ക് 10 വാഷാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്നത്തെ ദിവസം എൻ്റെ 10ാമത്തെ ഹെയർ വാഷായിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. യാത്ര ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ നോർമലായിട്ട് ഡ്രൈ ആവാനായിട്ട് നമ്മുടെ നോർമൽ രീതിയിൽ അങ്ങോട്ട് ഉണങ്ങാനായിട്ട് വിടും. അല്ലാത്ത ഇപ്പോൾ നമ്മൾ യാത്ര പോകുന്ന സമയങ്ങളിലോ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയമാണ് ഹെയർ വാഷ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഉണക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷാമ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, ലോറിയലിൻ്റെ ഫാൾ റെസിസ്റ്റ് 3X ഹെയർ ഫാൾ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. നല്ല ഷാമ്പൂ ആണ് കേട്ടോ, കാരണം ഞാൻ പല ഷാമ്പൂസ് യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഉപയോഗിച്ചതിൽ ബെസ്റ്റ് എന്ന് ഞാൻ ഇതേ പറയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കണ്ടീഷണർ. ഇതാണ് ലോറിയലിൻ്റെ തന്നെയാണ് കേട്ടോ കണ്ടീഷണർ. നല്ല കണ്ടീഷണർ, സൂപ്പർ ക്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ, എക്സ്ട്രാ ഓർഡിനറി ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഒരു ലൈറ്റ് എന്താ പറയുക മിൻറ്റ് ഗ്രീൻ്റെ ഒരു കളറാണ് ബോട്ടിൽ കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 219 ആണ് പ്രൈസ്. ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പ് ഇതാണ്, വുഡൻ കോമ്പൊന്നുമല്ല, ഇത് നമ്മുടെ സാധാരണ ചീപ്പാണ്. ഇത് കുറച്ച് പല്ല അകലമുള്ള ചീപ്പ്. എനിക്ക് അല്ലെങ്കിൽ ഞാനിത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേ ഇങ്ങനത്തെ ചീപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു 40-45 രൂപയുടെ ചീപ്പായിരിക്കും. അത്ര ഒരു റേഞ്ചാണ് അതിൻ്റെ പ്രൈസ്. അപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 വാഷാണ് കേട്ടോ അവർ നമുക്ക് ഓഫർ ചെയ്യുന്നത്. 90 തവണ കഴുകിയ ശേഷമേ ഇത് പോകുള്ളൂ എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വാഷ് കുറച്ച് ചെയ്യുന്നു അത്രത്തോളം നമുക്കിത് ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ വാഷിന് ശേഷവും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കിട്ടുന്നതാണ് എനിക്ക് എൻ്റെ ഓൺ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാകുന്നത്. കാരണം 1 മന്തായിട്ടും ആ ഫസ്റ്റ് ഡേയുടെ സെയിം ഫീലാണ് എനിക്ക് ഹെയർ വാഷിന് ശേഷം തോന്നുന്നത്. അപ്പോൾ ഹെയർ മാനേജ് ചെയ്യുന്ന ഇഷ്യൂ ആയിട്ട് എന്താ പറയുക ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. കെരാറ്റിൻ ചെയ്തു അതിൻ്റെ പേരിൽ ഒരു ഹെയർ ഫോൾ എന്ന് പറയാനായിട്ട് എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് നോർമലി ഉള്ള ഹെയർ ഫോൾ തന്നെയാണ് അതിന് ശേഷം ഉള്ളത്. അല്ലാതെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഹെയർ മുഴുവനും പോയി അങ്ങനെ വരുന്നില്ല. നല്ല ഹെൽത്തി ആൻഡ് ഷൈനി ആയിട്ടാണ് ഹെയർ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, ഫ്രിസി ഹെയർ ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്കാണെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്.